അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അൽ-ഫാത്തിഹി ലിമാ ഉഗ്ലിഖ വൽ ഖാതിമി ലിമാ സബഖ നാസിറിൽ ഹഖ് ബിൽ ഹഖ് വൽ ഹാദി ഇലാ സിറാത്തിക്കൽ മുസ്തഖീം വഅലാ ആലിഹി ഹഖ് ഖദ്രി മിഖ്ദാരിൽ അളീം. ഒരു വർണ്ണനക്കും വർണ്ണിച്ചു തീർക്കാനാവാത്ത, ഒരു സാഗരത്തിനും ഉൾക്കൊള്ളാനാകാത്ത, ആകാശഭൂമിയുടെ വിശാലത കൊണ്ടുപോലും താരതമ്യം ചെയ്യാൻ കഴിയാത്ത അള്ളാഹുവിൻ്റെ അമൂല്യ നിധിയാണ് മഹത്തായ സ്വലാത്തുൽ ഫാത്തിഹ്. കാരണം സ്വലാത്തുൽ ഫാത്തിഹ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സകല യാഥാർത്ഥ്യങ്ങളും സ്വലാത്തുൽ ഫാത്തിഹിൽ അടങ്ങിയിട്ടുണ്ട്. അത് തന്നെയാണ് സ്വലാത്തുൽ ഫാത്തിഹിൻ്റെ ഏറ്റവും വലിയ മഹത്വം. ആരെങ്കിലും സ്വലാത്തുൽ ഫാത്തിഹ് കൊണ്ട് അള്ളാഹുവിലേക്ക് മുന്നിട്ടാൽ അവൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുഴുവനായി കൊണ്ട് അള്ളാഹുവിലേക്ക് മുന്നിട്ട പോലെയാണ്. അതിനേക്കാൾ വലിയ ഒരു മുന്നിടൽ സാധ്യമല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അല്ലാതെ ഒരാൾക്കും അള്ളാഹുവിലേക്ക് സഞ്ചരിക്കാനാവില്ല. സ്വലാത്തുൽ ഫാത്തിഹിന്റെ രഹസ്യം എന്ന മുമ്പത്തെ വീഡിയോയിൽ സ്വലാത്തുൽ ഫാത്തിഹിന്റെ തുടക്കം മുതൽ അതിൻ്റെ രഹസ്യം വരെയും മഹത്വത്തിലേക്കുള്ള കാരണവും അതുപോലെ സ്വലാത്തുൽ ഫാത്തിഹിന്റെ മഹത്വങ്ങളിലൂടെ ഒരു യാത്ര എന്ന മറ്റു വീഡിയോയിൽ പ്രധാനപ്പെട്ട മഹത്വങ്ങളും വിവരിക്കുകയുണ്ടായി. ആ വീഡിയോകൾ ഇതുവരെ നിങ്ങൾ കണ്ടിട്ടില്ല എങ്കിൽ ഈ വീഡിയോ കാണുന്നതിന് മുമ്പ് നിർബന്ധമായും ആ വീഡിയോസ് കാണുക. ഈ വീഡിയോയിൽ ഇൻഷാ അല്ലാ സ്വലാത്തുൽ ഫാത്തിഹിന്റെ കൂടുതൽ മഹത്വങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം. സ്വലാത്തുൽ ഫാത്തിഹിന്റെ അവകാശി ഷെയ്ഖ് അഹ്മദ് ബിൻ മുഹമ്മദ് തിജാനി റളിയല്ലാഹു അൻഹു തങ്ങൾ പറയുന്നു, ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സ്വലാത്തുൽ ഫാത്തിഹിന്റെ മഹത്വത്തെക്കുറിച്ച് ചോദിച്ചു. അപ്പോൾ അവിടുന്ന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു പ്രാവശ്യം സ്വലാത്തുൽ ഫാത്തിഹ് ചൊല്ലുന്നത് ഈ പ്രപഞ്ചത്തിലുണ്ടാകുന്ന ദിക്റുകൾക്കും ദുആകൾക്കും ആരാധനകൾക്കും തുല്യമാണ്. സ്വലാത്തുൽ ഫാത്തിഹിന്റെ പ്രതിഫലങ്ങൾ വിവരിക്കുമ്പോൾ സയ്യിദുന അഹമ്മദ് തിജാനി റളിയല്ലാഹു അൻഹു തങ്ങൾ പറയാറുണ്ട്, സ്വലാത്തുൽ ഫാത്തിഹിനെ കുറിച്ച് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്നും സ്വപ്നത്തിലൂടെയല്ല, അവിടത്തെ നേരിട്ട് ദർശിച്ചപ്പോൾ അവിടുന്ന് എനിക്ക് പറഞ്ഞു തന്ന കാര്യങ്ങളാണ്. ഷെയ്ഖ് അഹമ്മദ് തിജാനി റളിയല്ലാഹു അൻഹു തങ്ങൾ വീണ്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സ്വലാത്തുൽ ഫാത്തിഹിനെ കുറിച്ച് ചോദിച്ചു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മറുപടി പറഞ്ഞു, സ്വലാത്തുൽ ഫാത്തിഹ് ഒരു പ്രാവശ്യം ചൊല്ലുന്നത് മറ്റെല്ലാ സ്വലാത്തുകളും 6 ലക്ഷം പ്രാവശ്യം ചൊല്ലുന്നതിന് തുല്യമാണ്. ഷെയ്ഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ വീണ്ടും ചോദിച്ചു, ഓരോ സ്വലാത്ത് ചൊല്ലുമ്പോഴും 70,000 ചിറകുകളുള്ള പക്ഷിയെ അതിൽ നിന്നും അള്ളാഹു സുബ്ഹാനഹു തആല സൃഷ്ടിക്കുമെന്ന ഹദീസിന്റെ ആശയപ്രകാരം അതുപോലുള്ള 6 ലക്ഷം പക്ഷികളെ സൃഷ്ടിക്കുമോ? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മറുപടി നൽകി, നിശ്ചയം ഓരോ സ്വലാത്തുൽ ഫാത്തിഹ് ചെല്ലുമ്പോഴും 70,000 ചിറകുകളുള്ള 6 ലക്ഷം പക്ഷികൾ സൃഷ്ടിക്കപ്പെടും എന്ന് മഹാനവറുകൾക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മറുപടി നൽകി. അപ്പോൾ അഹ്മദ് തിജാനി റളിയല്ലാഹു അൻഹു തങ്ങൾ വീണ്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചു, അങ്ങയുടെ മേൽ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ 400 യുദ്ധങ്ങളിൽ പങ്കെടുത്ത പ്രതിഫലമില്ലേ? അതുപോലെ അതിലെ ഓരോ യുദ്ധവും 400 ഹജ്ജിന്റെ പ്രതിഫലമില്ലേ? ഈ ഹദീസ് ശരിയാണോ? അവിടുന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മറുപടി പറഞ്ഞു, തീർച്ചയായും ഈ ഹദീസ് ശരിയാണ്. അപ്പോൾ ഞാൻ യുദ്ധത്തിന്റെ എണ്ണത്തെക്കുറിച്ച് ചോദിച്ചു. നിശ്ചയം സ്വലാത്തുൽ ഫാത്തിഹ് ഒരു പ്രാവശ്യം ചൊല്ലുന്നതിന്റെ പ്രതിഫലം 6 ലക്ഷം മറ്റു സ്വലാത്തുകൾക്ക് തുല്യമാണ്. അതുകൊണ്ട് തന്നെ 6 ലക്ഷം സ്വലാത്തിലെ ഓരോ സ്വലാത്തും 400 യുദ്ധങ്ങൾക്ക് തുല്യമാണ്. ഈ 400 യുദ്ധങ്ങളിലെ ഓരോ യുദ്ധവും 400 ഹജ്ജിന് തുല്യമാണ്. അപ്പോൾ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, എത്രയായിരിക്കും ഒരു പ്രാവശ്യം സ്വലാത്തുൽ ഫാത്തിഹ് ചൊല്ലിയാൽ ലഭിക്കുന്ന പ്രതിഫലം? സുബ്ഹാനല്ലാഹ്, ചിന്തകൾക്കപ്പുറമാണത്. വീണ്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, എൻ്റെ പേരിൽ ആരെങ്കിലും സ്വലാത്തുൽ ഫാത്തിഹ് ഒരു പ്രാവശ്യം ചൊല്ലിയാൽ പ്രപഞ്ചത്തിന്റെ തുടക്കം മുതൽ അവൻ ചൊല്ലുന്ന സമയം വരെയുള്ള എല്ലാ മനുഷ്യരുടെയും ജിന്നുകളുടെയും മലക്കുകളുടെയും പ്രതിഫലത്തിന്റെ 6 ലക്ഷം മടങ്ങ് അവന് ലഭിക്കുന്നതാണ്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ, മറ്റുള്ള സ്വലാത്തുകൾ ഒരു പ്രാവശ്യം ചൊല്ലിയാൽ തന്നെ 400 യുദ്ധങ്ങൾക്ക് തുല്യമായ പ്രതിഫലവും അതുപോലെ അവർക്ക് ആ ഒരു സ്വലാത്ത് കാരണം സ്വർഗീയ സ്ത്രീകളിൽ നിന്ന് ഒരു ഭാര്യയെയും
10 നന്മകൾ അവൻ്റെ പേരിൽ രേഖപ്പെടുത്തുകയും അവൻ്റെ തിന്മയിൽ നിന്ന് 10 തിന്മകൾ മായ്ക്കപ്പെടുകയും അവന് അള്ളാഹുവിങ്കിൽ 10 ദറജകൾ ഉയർത്തപ്പെടുകയും അള്ളാഹുവും അവൻ്റെ മലായിക്കത്തുകളും ആ ഒരു സ്വലാത്ത് കാരണമായി 10 സ്വലാത്തുകൾ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലിൽ ചൊരിയുകയും ചെയ്യും. അതിൻ്റെ 6 ലക്ഷം മടങ്ങ് പ്രതിഫലമാണ് ഒരു സ്വലാത്തുൽ ഫാത്തിഹ ചെല്ലുന്നതിലൂടെ അവന് ലഭിക്കുന്നത്. അൽഹംദുലില്ലാ. പിന്നീട് ഷെയ്ഖ് തിജാനി റളിയല്ലാഹു അൻഹു തങ്ങൾ പറഞ്ഞു, ഈ മഹത്വങ്ങളെല്ലാം എൻ്റെ ഹൃദയം കൊണ്ട് ഞാൻ മനസ്സിലാക്കിയപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടി ചൊല്ലുന്ന ഒരു സ്വലാത്തുൽ ഫാത്തിഹിനെ മറ്റെല്ലാ ഇബാദത്തുകൾ കൊണ്ടുപോലും താരതമ്യം ചെയ്യാൻ പോലും പറ്റില്ല എന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ അനേകം തവണ സ്വലാത്തുൽ ഫാത്തിഹ ചൊല്ലുന്നവൻ്റെ അവസ്ഥ എന്തായിരിക്കും? മുമ്പ് പറഞ്ഞ പ്രതിഫലങ്ങളെല്ലാം ഒരൊറ്റ സ്വലാത്തുൽ ഫാത്തിഹയിലൂടെ നേടിയെടുത്ത ഒരാൾക്ക് അള്ളാഹുവിങ്കിൽ എത്രത്തോളം പ്രതിഫലം ഉണ്ടായിരിക്കും? നമ്മളിൽ പലർക്കും അള്ളാഹുവിൻ്റെയും അവൻ്റെ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും സ്നേഹം കരസ്ഥമാക്കണമെന്നുള്ള ആഗ്രഹം ഉള്ളവരാണ്. പക്ഷേ അതിനുവേണ്ടി എന്താണ് ചെയ്യേണ്ടതെന്ന് നമുക്കറിയില്ല. പക്ഷേ ഹക്കിലേക്കെത്താൻ ഹക്കിലെത്തിയവരെ പിന്തുടരുകയല്ലാതെ മറ്റൊരു മാർഗവുമില്ല. നമ്മുടെ ഈ കാലഘട്ടത്തിൻ്റെ സ്വഭാവം അനുസരിച്ച് ഹക്ക് മനസ്സിലാവാൻ വളരെ അധികം പ്രയാസമാണ്. അല്ലെങ്കിൽ അള്ളാഹുവിലേക്ക് സഞ്ചരിച്ച് അള്ളാഹുവിലെത്തിയ ആളുകളെ കണ്ടുമുട്ടുവാൻ വളരെ അധികം പ്രയാസമാണ്. അങ്ങനെയുള്ള ഈ കാലഘട്ടത്തിൽ നമുക്ക് വഴികാട്ടിയായിട്ടാണ് സ്വലാത്തുൽ ഫാത്തിഹ അള്ളാഹു സുബ്ഹാനഹു തആല നമുക്ക് നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് അള്ളാഹുവിൽ എത്തിച്ചേരാൻ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് അവൻ്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ എത്തിച്ചേരാൻ ആഗ്രഹിച്ചുകൊണ്ട് ധാരാളമായി സ്വലാത്തുൽ ഫാത്തിഹ വർദ്ധിപ്പിക്കുക. ഇൻഷാ അല്ലാഹ് അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട് അള്ളാഹുവിലേക്ക് എത്താനുള്ള ഏറ്റവും ഉന്നതമായ വസീലയിൽ അള്ളാഹു നിങ്ങളെ എത്തിച്ചേർക്കുന്നതാണ്. ഇനിയും ധാരാളം മഹത്വങ്ങൾ സ്വലാത്തുൽ ഫാത്തിഹിനുണ്ട്. അള്ളാഹു സുബ്ഹാനഹു തആല മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ ചൊല്ലിയ സ്വലാത്താണ് സ്വലാത്തുൽ ഫാത്തിഹ. ഈ സ്വലാത്തിൻ്റെ ഇത്രയും ഉന്നതമായ പ്രതിഫലങ്ങൾ കേട്ടാൽ തന്നെ നമുക്ക് മനസ്സിലാകും അള്ളാഹു സുബ്ഹാനഹു തആലക്കും അവിടുത്തെ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും ഏറ്റവും പ്രിയങ്കരമായ സ്വലാത്തും സ്വലാത്തുൽ ഫാത്തിഹ തന്നെയാണ്. അതുപോലെ തന്നെ മലക്കുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലിൽ ചൊല്ലുന്ന സ്വലാത്തും സ്വലാത്തുൽ ഫാത്തിഹ തന്നെയാണ്. മറ്റൊരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഷെയ്ഖ് അഹ്മദ് തിജാനി റളിയല്ലാഹു അൻഹു തങ്ങളോട് പറഞ്ഞു, ഇതിനേക്കാൾ മഹത്തരമായ മറ്റൊരു സ്വലാത്തു കൊണ്ടും ഒരാളും എൻ്റെ മേൽ ഇതുവരെ സ്വലാത്ത് ചൊല്ലിയിട്ടില്ല. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നത്തിലും അതിലുപരി ഉണർവിലും കാണുന്നതിന് സഹായിക്കുന്ന സ്വലാത്താണ് സ്വലാത്തുൽ ഫാത്തിഹ. തിജാനി ത്വരീഖത്തിലെ ഉന്നതരായ ഷെയ്ഖ് മായി ഹൈദറ റളിയല്ലാഹു അൻഹു തങ്ങൾ പറയുന്നു, സ്വലാത്തുൽ ഫാത്തിഹ 100 തവണ ചൊല്ലുകയും എന്നിട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണുകയും ചെയ്യാത്ത ഒരുത്തൻ്റെ കാര്യത്തിൽ ഞാൻ അത്ഭുതം കൊള്ളുന്നു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നത്തിൽ കാണാൻ വെള്ളിയാഴ്ച രാവിലോ തിങ്കളാഴ്ച രാവിലോ 1000 തവണ സ്വലാത്തുൽ ഫാത്തിഹ ചൊല്ലുവാൻ ഔലിയാക്കൾ ഉപദേശിക്കുന്നു. ദുനിയാവിലും ആഖിറത്തിലും മനുഷ്യന് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. അതെല്ലാം അള്ളാഹുവിൻ്റെ പ്രീതിയിലായി പൊരുത്തത്തിലായി നിറവേറാൻ സ്വലാത്തുൽ ഫാത്തിഹ കാരണമാകുന്നു. അതുപോലെ തന്നെ സർവ്വ രോഗങ്ങൾക്കും ആത്മീയവും ശാരീരികവും മാനസികവുമായ എല്ലാ രോഗങ്ങൾക്കും ശിഫയാണ് സ്വലാത്തുൽ ഫാത്തിഹ. വളരെ വേഗം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സ്നേഹം ഉണ്ടാകുവാൻ കാരണമാകുന്ന സ്വലാത്തും വിലായത്തിലേക്കുള്ള കവാടവുമാണ് സ്വലാത്തുൽ ഫാത്തിഹ. മരണപ്പെട്ടവർക്ക് ഹദിയ ചെയ്യാൻ ഏറ്റവും ഉത്തമമായ സ്വലാത്ത് കൂടെയാണ് സ്വലാത്തുൽ ഫാത്തിഹ. സൂഫികളിൽ ഒരാൾ പറയുകയുണ്ടായി, എൻ്റെ മരണശേഷം ആരെങ്കിലും എനിക്ക് ഒരു സ്വലാത്തുൽ ഫാത്തിഹ ചൊല്ലി ഹദിയ ചെയ്താൽ എനിക്കത് മതിയാകും. വല്ല ഒരുത്തനും സ്വലാത്തുൽ ഫാത്തിഹ ദിനേന 1 തവണ എങ്കിലും ചൊല്ലിയാൽ അവൻ ഈമാൻ കിട്ടാതെ മരണപ്പെടുകയില്ല. ദിനേന 1 തവണയെങ്കിലും പതിയവാക്കിയവൻ നരകത്തിൽ പ്രവേശിക്കില്ല ഇൻഷാ അള്ളാഹ്. ഖുർആൻ എന്നാണ് ബഹുമാനപ്പെട്ട ഷെയ്ഖുൽ ഇസ്ലാം ഇബ്രാഹിം നിയാസ് അൽ ഖൗലഖി റളിയല്ലാഹു അൻഹു തങ്ങൾ വിശേഷിപ്പിച്ചത്.
പാപങ്ങളിൽ മുങ്ങിയതാണ് നമ്മുടെ ജീവിതം. എങ്കിൽ പോലും പലപ്പോഴും നമ്മൾ ചിന്തിക്കാറുണ്ട്, ഈ തെറ്റുകളിൽ നിന്ന് ഒരു സംരക്ഷണം എനിക്ക് എങ്ങനെയാണ് ലഭിക്കുക എന്ന്. ഇങ്ങനെ ഒരു ചിന്ത വരുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും നിങ്ങൾ ധാരാളം സ്വലാത്തുൽ ഫാത്തിഹ് ചൊല്ലണം. ഇൻഷാ അല്ലാഹ് സ്വലാത്തുൽ ഫാത്തിഹ് തെറ്റുകളിൽ നിന്നുള്ള കവചമാണ്. പുകവലി, മദ്യം തുടങ്ങിയ കാര്യങ്ങൾക്ക് അടിമപ്പെട്ടവർ സ്വലാത്തുൽ ഫാത്തിഹ് പതിവാക്കുക. ഇൻഷാ അല്ലാഹ് അത്തരം മോശത്തരങ്ങളിൽ നിന്നും മോചനം ലഭിക്കും. ഷെയ്ഖ് ഹിഷാം ഖബാനി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളൊരു സ്വലാത്തുൽ ഫാത്തിഹ് ചൊല്ലുമ്പോൾ അതിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു തആല 6 ലക്ഷം മലക്കുകളെ സൃഷ്ടിക്കുകയും അന്ത്യനാൾ വരെ ആ മലക്കുകൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ ചൊല്ലുന്ന മുഴുവൻ സ്വലാത്തുകളുടെയും പ്രതിഫലത്തെ നിങ്ങളുടെ പേരിൽ രേഖപ്പെടുത്തി വെക്കുകയും ചെയ്യും. സ്വലാത്തുൽ ഫാത്തിഹ് നമ്മുടെ എല്ലാ പാപങ്ങളെയും മായ്ച്ചു കളയുന്നു. ചെറുതും വലുതുമായ ഒരു പാപത്തെയും സ്വലാത്തുൽ ഫാത്തിഹ് വെറുതെ വിടുകയില്ല. ഒരു ആത്മീയ ഗുരുവിനെ തേടുന്നവർ സ്വലാത്തുൽ ഫാത്തിഹ് പതിവാക്കട്ടെ. ഇൻഷാ അല്ലാഹ് സ്വലാത്തുൽ ഫാത്തിഹിന്റെ ബറക്കത്താൽ അവർക്ക് അവരുടെ ഷെയ്ഖിനെ ലഭിക്കും. ഒരൊറ്റ തവണ സ്വലാത്തുൽ ഫാത്തിഹയെ ചൊല്ലിയാൽ തന്നെ സ്വർഗത്തിൽ 6 ലക്ഷം കൊട്ടാരങ്ങൾ അള്ളാഹു അവർക്ക് പ്രതിഫലമായി നൽകും. അതുപോലെ തന്നെ ഒരു തവണ സ്വലാത്തുൽ ഫാത്തിഹ ചൊല്ലിയാൽ 6 ലക്ഷം ഹൂറുൽ സ്വർഗത്തിൽ അവനിക്ക് അള്ളാഹു വിവാഹം ചെയ്തു കൊടുക്കും. അതുപോലെ ഒറ്റ തവണ ചെല്ലുന്നവനെ അള്ളാഹു 6 ലക്ഷം നന്മകൾ രേഖപ്പെടുത്തി വെക്കുകയും 6 ലക്ഷം അവൻ്റെ പാപങ്ങൾ പൊറുക്കപ്പെടുകയും ചെയ്യും. ഒറ്റത്തവണ ചെല്ലിയാൽ തന്നെ 6 ലക്ഷം ദറജകൾ അള്ളാഹു സുബ്ഹാനഹു തആല അവൻ്റെ പേരിൽ രേഖപ്പെടുത്തും. സ്വലാത്തുൽ ഫാത്തിഹ് ജീവിതത്തിൽ ഒരു തവണയെങ്കിലും ചൊല്ലിയവർ നരകത്തിൽ പോവില്ല എന്ന് ഷെയ്ഖ് മുഹമ്മദുൽ ബക്കരി റളിയല്ലാഹു അൻഹു തങ്ങൾ പറയുന്നു. 7 ആകാശങ്ങളിലെയും 7 ഭൂമിയിലെയും ജീവജാലങ്ങളെല്ലാം ഒരുമിച്ച് കൂടിയാൽ പോലും സ്വലാത്തുൽ ഫാത്തിഹിന്റെ മഹത്വം വർണ്ണിച്ച് തീർക്കാനാവില്ല. സ്വലാത്തുൽ ഫാത്തിഹിന്റെ സാഗര സമാനമായ മഹത്വങ്ങളിൽ നിന്നും ഒരു തുള്ളി മാത്രമേ നിങ്ങൾ കേട്ടിട്ടുള്ളൂ, മറ്റെല്ലാം മറക്കപ്പെട്ടിരിക്കുന്നു എന്ന് സയ്യിദുന ഷെയ്ഖ് അഹ്മദ് ബിൻ മുഹമ്മദ് തിജാനി റളിയല്ലാഹു അൻഹു തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സയ്യിദുന അഹമ്മദ് തിജാനി റളിയല്ലാഹു അൻഹുവിൻ്റെ ഖലീഫ സയ്യിദി അബുൽ ഹസൻ അലി ഹറാസിം റളിയല്ലാഹു അൻഹു തങ്ങൾ അവിടുത്തെ കിതാബിൽ പറയുന്നു, സ്വലാത്തുൽ ഫാത്തിഹ് അദൃശ്യ ലോകത്തിൽ നിന്ന് വന്നതും അതിൻ്റെ പ്രതിഫലം സ്ഥിരപ്പെട്ടതും എന്നാൽ മറ്റൊന്നുമായി അതിനെ താരതമ്യം ചെയ്യാൻ സാധിക്കാത്തതുമായ ഒന്നാണ്. ഈ ഫضലുകളൊന്നും ഉൾക്കൊള്ളാനാവാതെ അനാവശ്യ അപവാദങ്ങൾ ഉണ്ടാക്കുന്നവരിൽ നിന്നും നിങ്ങൾ പുറംതിരിഞ്ഞു കളയുക. കാരണം പ്രതിഫലം നൽകുന്നവൻ അള്ളാഹുവാണ്. അവൻ്റെ കയ്യിലുള്ള അനുഗ്രഹത്തിന് അറ്റമില്ലാത്തതും അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ ഉദ്ദേശിക്കുന്ന അളവിൽ നൽകുന്നതാണ്. നിങ്ങൾ അറിയാത്തത് അവൻ സൃഷ്ടിക്കുന്നു എന്ന ഖുർആനിക ആയത്ത് ഇതിന് തെളിവാണ്. തീർച്ചയായും അള്ളാഹുവിൻ്റെ പ്രത്യേക സഹായവും തൗഫീഖും ലഭിച്ചവർക്ക് സ്വലാത്തുൽ ഫാത്തിഹിന്റെ ഈ പറഞ്ഞ ഗുണങ്ങൾ ഉൾക്കൊള്ളാനാവൂ. അഹമ്മദ് തിജാനി റളിയല്ലാഹു അൻഹു തങ്ങൾക്ക് മുൻപ് മഹത്തുക്കളായ ആളുകൾ വളരെ രഹസ്യമായ രീതിയിലായിരുന്നു സ്വലാത്തുൽ ഫാത്തിഹ് കൊണ്ടു നടന്നിരുന്നത്. അൽഹംദുലില്ലാഹ് ഷെയ്ഖ് അഹമ്മദ് തിജാനി റളിയല്ലാഹു അൻഹു തങ്ങളിലൂടെ അല്ലാഹു സുബ്ഹാനഹു തആല സ്വലാത്തുൽ ഫാത്തിഹ് വെളിവാക്കുകയും അതിൻ്റെ എല്ലാ രഹസ്യങ്ങളിലേക്കുമുള്ള കവാടം നമുക്ക് മുന്നിൽ തുറന്നു നൽകുകയും ചെയ്തു. സ്വലാത്തുൽ ഫാത്തിഹിനെ അതിൻ്റെ പരിപൂർണ അർത്ഥത്തിൽ ഉൾക്കൊള്ളുവാനും സ്വലാത്തുൽ ഫാത്തിഹിനെ ധാരാളമായി ചൊല്ലുവാനുള്ള തൗഫീക്കിനു വേണ്ടിയും അതുപോലെ തന്നെ സ്വലാത്തുൽ ഫാത്തിഹിലൂടെ അള്ളാഹുവിലേക്കും അവൻ്റെ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്കും അടുക്കാനും അറിയാനുമുള്ള തൗഫീക്ക് അള്ളാഹു നമുക്കെല്ലാവർക്കും നൽകട്ടെ എന്ന് ദുആ ചെയ്യുന്നു. സ്വലാത്തുൽ ഫാത്തിഹിനെ കുറിച്ച് കൂടുതൽ അറിയുവാനും അതിൻ്റെ പ്രത്യേക സമ്മതം ചൊല്ലാനുള്ള പ്രത്യേക സമ്മതം ലഭിക്കാൻ വേണ്ടിയിട്ടും നിങ്ങൾക്ക് ഞങ്ങളുമായി കോൺടാക്റ്റ് ചെയ്യുന്നതിന് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞങ്ങളുടെ ഫോൺ നമ്പർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم
وعلى آله حق قدره ومقداره العظيم.